ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭരണസമിതി തിരഞ്ഞെടുപ്പിന്റെ പുതിയ തീയതി സെപ്റ്റംബർ 6-ന് ഞായറാഴ്ച നടക്കും. അതേസമയം അസോസിയേഷൻ അംഗവും കുട്ടനാട് എംഎൽഎയുമായ റിജി ചെറിയാനോട് വോട്ട് അഭ്യർത്ഥിച്ച UDF-UAE രംഗത്ത് വന്നു. ഷാർജയിൽ കുട്ടനാട് എംഎൽഎക്ക് നൽകിയ സ്വീകരണത്തിൽ ആണ് ഈ വേറിട്ട കാഴ്ചകൾക്ക് വേദിയായത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കേരള രാഷ്ട്രീയവുമായി എന്നും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റേത്. ഇത്തവണ പലവട്ടം തീയതി പ്രഖ്യാപിച്ചതും മാറ്റിവെച്ചതും ചൂണ്ടിക്കാട്ടി വാദപ്രതിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇതിനിടെയാണ് UDF MLAയും കുട്ടനാടിന്റെ ജനപ്രതിനിധിയുമായ റിജി ചെറിയാന് ഷാർജയുടെ മണ്ണിൽ UDF-UAE സ്നേഹാദരം ഒരുക്കിയത്. ഇതോടെ ഈ വേദി വേറിട്ട കാഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ചു. 2018 മുതൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അംഗമാണ് പ്രവാസിയും കുട്ടനാട് MLAയുമായ റിജി ചെറിയാൻ. അതിനാൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നിലവിലെ ട്രഷറർ കൂടിയായ ഷാജി ജോണാണ് UDF MLAയുടെ വോട്ട് തേടിയത്. UDF ഇൻകാസ് എല്ലാ പ്രവർത്തകരുടെയും അനുമതിയോടുകൂടി ആദ്യമായി ശ്രീ റിജി ചെറിയാനോട് തന്നെ വോട്ട് ചോദിച്ചു തുടങ്ങിയാണ്. അപ്പോൾ റിജി ചെറിയാൻ കുട്ടനാടിന്റെ MLA എന്ന നിലയിൽ, ഇന്ത്യൻ അസോസിയേഷന്റെ മെമ്പർ എന്ന നിലയിൽ സെപ്റ്റംബർ 6-ന് നടക്കുന്ന ഇലക്ഷനിൽ വന്ന് വോട്ട് ചെയ്ത് സഹായിക്കണം എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതേസമയം തുടർന്ന് സംസാരിച്ച അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഇൻകാസ് നേതാവുമായ അഡ്വക്കേറ്റ് YA റഹീമും ഇതേ വിഷയം ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ചിലരെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടും UDF-ൽ നിൽക്കാൻ തയ്യാറല്ലെന്ന പരിഭവം റഹീം ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ രൂപം നൽകി അതിന് ചെറിയ കാലഘട്ടം കഴിഞ്ഞാൽ കഴിഞ്ഞ 45 വർഷക്കാലം അതിനെ വളർത്താൻ ശ്രമിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ സാധാരണഗതിയിൽ 21 ദിവസത്തെ നോട്ടീസ് കൊടുത്ത് നടത്തേണ്ട ഇലക്ഷൻ ഇപ്പൊ 3-4 തവണ മാറ്റിവെച്ചു. മെയ് 17-ന് നടത്തുമെന്ന് പറഞ്ഞു, വീണ്ടും മാറ്റിവെച്ചു. അതേസമയം ഭരണഘടന പ്രകാരമുള്ള 21 ദിവസത്തെ നോട്ടീസ് നൽകാതെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് നടപടികൾ എന്ന പരാതിയും ചിലർ ഉന്നയിക്കുന്നു. എന്നാൽ അധികാരികളുടെ ഇടപെടലാണ് ഈ സമയക്രമം പാലിക്കാൻ കഴിയാത്തതെന്ന് മറ്റു ചിലർ പറയുന്നു. എന്തായാലും 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടീം UDF കേരളത്തിൽ മികച്ച വിജയം നേടി അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള അസോസിയേഷൻ തെരഞ്ഞെടുപ്പാണിത്. അതിന്റെ പ്രതിഫലനം ഇൻകാസ് നയിക്കുന്ന UDF മുന്നണിക്ക് ഗുണകരമാകുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.